പോകുന്നത് യൂണിറ്റുകളും അവയുടെ വ്യത്യസ്ത തരത്തിലുള്ള സിസ്റ്റംസുമാണ്. ഇതിൽ യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ് ആൻഡ് ദെയർ ഒറിജിൻസ് ഇത് നോക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നോക്കുന്നത് SI സിസ്റ്റം പ്രിഫിക്സുകളാണ്. സിസ്റ്റം ഇൻ്റർനാഷണലിൻ്റെ പ്രിഫിക്സുകൾ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ഇത് പീരിയോഡിക് ടേബിള്, അറ്റോമിക് തിയറി, ഇലക്ട്രോൺസിനെയും ഹോൾസിനെയും പറ്റി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം അയോൺസും ഐസോട്രോപ്സിനെ പറ്റിയും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നീടുള്ളതാണ് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് വാലൻസ്. അളവുകൾക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള, അതായത് ഒരു വസ്തുവിനെ അളക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള സിസ്റ്റംസാണ് യൂസ് ചെയ്യുന്നത്. അതായത് MKS സിസ്റ്റം, FPS സിസ്റ്റം, SI സിസ്റ്റം. അതായത് SI സിസ്റ്റം, അതായത് സിസ്റ്റം ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് MKS സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇതിനകത്ത് മാസ് മെഷർ ചെയ്യുന്നത് കിലോഗ്രാമിലും, ലെങ്ത് മെഷർ ചെയ്യുന്നത് മീറ്ററിലും, സമയം മെഷർ ചെയ്യുന്നത് സെക്കൻഡ്സിലുമാണ്. ഇതിൻ്റെ യൂണിറ്റ് മീറ്ററിലും, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാമിലും, സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡ്സിലും മെഷർ ചെയ്യുന്നതിനെ നമുക്ക് MKS സിസ്റ്റം എന്ന് പറയാം. ഈ MKS സിസ്റ്റമാണ് SI സിസ്റ്റം എന്നും പറയപ്പെടുന്നത്. അതായത് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അതായത് സിമ്പിളായിട്ട് നമ്മളതിനെ സിസ്റ്റം ഇൻ്റർനാഷണലായിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് MKS സിസ്റ്റം അഥവാ സിസ്റ്റം ഇൻ്റർനാഷണൽ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെപ്പറ്റി ബേസിക്കായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, സിസ്റ്റം ഇൻ്റർനാഷണലിൽ ഡിഫറെൻറ്റ് യൂണിറ്റ്സുകളാണ് ഈ താഴെ കാണിച്ചിരിക്കുന്നത്. ഫോഴ്സിനെ ന്യൂട്ടണിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ചാർജിനെ കൂളമ്പിലാണ് അതിൻ്റെ യൂണിറ്റ്. അതിൻ്റെ നൊട്ടേഷൻ സിമ്പിളാണ് C എന്ന് പറയുന്നത്. എനർജി അത് ജൂളിലാണ് മെഷർ ചെയ്യുന്നത്. അതിൻ്റെ ഇത് J ആണ്. കറണ്ടിനെ ആംപിയറിലാണ് മെഷർ ചെയ്യുന്നത്. അതിന് A എന്നുള്ള സിമ്പിളാണ് ഉപയോഗിക്കുന്നത്. വോൾട്ടേജിനെ വോൾട്ട്, V എന്നുള്ളതും പവറിനെ വാട്ട് അഥവാ W എന്നുള്ളതുമാണ് ഉപയോഗിക്കുന്നത്. ഈ ടേബിൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഇത് ജസ്റ്റ് നോക്കി വെക്കുക. ഇതിൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം തന്നെയാണ്, സമയം. ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളമാണ്. അതുപോലെ മാസ് എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്, അതായത് എന്തുമാത്രം സബ്സ്റ്റൻസ് അതിനകത്തുണ്ടോ അതിനാണ് മാസ് എന്ന് പറയുന്നത്. മാസ് ഒന്ന് കിലോഗ്രാമിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇവിടെ കൺഫ്യൂഷൻ വരാനുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയ്റ്റും മാസും ഡിഫറെൻ്റ് ആണ്. വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു ഗ്രാവിറ്റിയാണ് വെയ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫോഴ്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് 1 ന്യൂട്ടണിലാണ്. 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോഗ്രാം മാസുള്ള വസ്തുവിനെ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷനിൽ തള്ളി നിൽക്കാൻ ആവശ്യമായ ബലമാണ് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. അതായത് 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോഗ്രാം മാസുള്ള 1 മീറ്റർ സ്ക്വയർ ആക്സിലറേഷനിൽ തള്ളി നിൽക്കാൻ ഉപയോഗിക്കുന്ന ബലമാണ് 1 ന്യൂട്ടൺ ഫോഴ്സ്. അടുത്തത് ചാർജാണ്. ചാർജിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് കൂളംസിലാണ്. കൂളം ആണ് ചാർജിൻ്റെ യൂണിറ്റ്. 1 കൂളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.24 × 10⁻18 ഇലക്ട്രോൺസ് ആണ് 1 കൂളം. അതായത് 6.24 × 10⁻18 ഇലക്ട്രോൺസുകൾ ഒരു പോയിന്റിലുണ്ടെങ്കിൽ അവിടെ 1 കൂളം ചാർജ് ഉണ്ട് എന്നാണ് അതിനർത്ഥം. അടുത്തത് നമ്മൾ നോക്കുന്നത് എനർജിയിലേക്കാണ്.
എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജിയുടെ യൂണിറ്റാണ് ജൂള്. അതിനെ ജെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് 1 ജൂൾ എനർജി എന്ന് പറയുന്നത് 1 മീറ്റർ ദൂരം 1 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ 1 ജൂൾ എനർജി യൂട്ടിലൈസ് ചെയ്യപ്പെട്ടു എന്നാണ് അർത്ഥം. അതായത് 1 മീറ്റർ ദൂരം 1 ന്യൂട്ടൺ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ 1 ജൂൾ എനർജി യൂട്ടിലൈസ് ചെയ്യപ്പെട്ടു. അടുത്തത് കറണ്ടാണ്. കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപിയറിലാണ് അതിൻ്റെ യൂണിറ്റിനെ നമ്മൾ മെഷർ ചെയ്യുന്നത്. അതായത് 1 കൂളം പെർ സെക്കൻഡ് ആണ് ആംപിയർ എന്ന് പറയുന്നത്. നേരത്തെ നമ്മളിവിടെ പറഞ്ഞു ചാർജ് എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ് കൂളമ്പാണ്. 6.24 × 10⁻⁴ ഇലക്ട്രോൺ ആണ് 1 കൂളമ്പ്. അപ്പോൾ 1 കൂളം പെർ സെക്കൻഡ്, അതായത് 6.24 × 10⁻18 ഇലക്ട്രോണുകൾ 1 സെക്കൻഡിനുള്ളിൽ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ 1 ആംപിയർ കറണ്ട് എന്ന് പറയുന്നു. അടുത്തത് നമ്മൾ നോക്കുന്നത് വോൾട്ടേജ് ആണ്. വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ടാണ്. അതിനെ വി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. 1 ജൂൾ പെർ സെക്കൻഡ് ആണ്. ഇതിനെ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വേണമെന്നുണ്ടെങ്കിലും ഈ വോൾട്ടേജിന് നമുക്ക് പറയാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതായത് പ്രഷറാണ്, ഇലക്ട്രോണുകളുടെ പ്രഷർ ആണ് വോൾട്ടേജ്. ഇതിനെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ കറണ്ട് വോൾട്ടേജ് എന്ന് കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അടുത്തത് പവർ എന്ന് പറയുന്ന സംഭവമാണ്. പവറിൻ്റെ യൂണിറ്റ് വാട്ട്സ് ആണ്. അത് ഡബ്ല്യൂയിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അത് 1 ജൂൾസ് പെർ സെക്കൻഡ് ആണ്. 1 സെക്കൻഡിൽ 1 ജൂൾ എനർജി ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് 1 വാട്ട്സ് എന്ന് പറയാൻ സാധിക്കും. പറഞ്ഞതുപോലെ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഏതൊരു വസ്തുവിനെയും നമുക്ക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം. അതായത് പദാർത്ഥം. മലയാളത്തിൽ ഇതിനെ പദാർത്ഥം എന്ന് പറയാം. അതായത് കല്ല്, മരം, തടി എന്നിവയെല്ലാം സബ്സ്റ്റൻസിന് ഉദാഹരണമാണ്. വാട്ടർ എന്നിവയെല്ലാം സബ്സ്റ്റൻസിന് ഉദാഹരണമാണ്. അപ്പോൾ ഈ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നത്, അതായത് ഇങ്ങനെയുള്ള സബ്സ്റ്റൻസ് ഉണ്ടാകുന്നത് മോളിക്യൂളുകൾ ചേർന്നിട്ടാണ്. ഈ മോളിക്യൂളുകൾ ഉണ്ടാകുന്നത് ആറ്റംസ് ചേർന്നിട്ടാണ്. ഇവിടെ ഒരു ഉദാഹരണമായിട്ട് കാണിച്ചിരിക്കുന്നത് വാട്ടർ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് അതുണ്ടായിരിക്കുന്നത് H2O മോളിക്യൂളുകൾ ചേർന്നിട്ടാണ് വാട്ടർ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കുന്നത്. അതായത് വാട്ടർ എന്ന് പറയുന്ന പദാർത്ഥം ഉണ്ടായിരിക്കുന്നത് H2O എന്ന് പറയുന്ന മോളിക്യൂളുകൾ ചേർന്നിട്ടാണ്. അപ്പോൾ ഈ H2O എന്ന് പറയുന്ന മോളിക്യൂൾ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും കൂടിച്ചേരുമ്പോഴാണ് ഒരു H2O എന്ന് പറഞ്ഞ മോളിക്യൂൾ ഉണ്ടാകുന്നത്. അപ്പോൾ 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ചേരുമ്പോഴാണ് H2O എന്ന് പറഞ്ഞ മോളിക്യൂൾ ഉണ്ടാകുന്നത്. H2O എന്ന് പറഞ്ഞ മോളിക്യൂളുകൾ കൂടി ചേർന്നിട്ടാണ് വാട്ടർ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ പീരിയോഡിക് ടേബിളിൽ ഇങ്ങനെയുള്ള ആറ്റങ്ങളുടെ എല്ലാം, അതായത് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ആറ്റങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുണ്ടാക്കിയ ഒരു ടേബിളാണ് പീരിയോഡിക് ടേബിൾ. ഇതിനകത്ത് വ്യത്യസ്ത തരത്തിലുള്ള മെറ്റാലിക് ആയിട്ടുള്ളതും നോൺ മെറ്റാലിക് ആയിട്ടുള്ളതും സെമി കണ്ടക്ടർ ആയിട്ടുള്ള എല്ലാ ആറ്റങ്ങളുടെയും ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പം നമുക്ക് ആറ്റത്തിലേക്ക് കടക്കാം. അപ്പോൾ ഏറ്റവും ചെറിയ ആറ്റം എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ ആറ്റമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഹൈഡ്രജൻ്റെ ആറ്റം ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. H2O 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും കൂടി ചേർന്ന് ഒരു മോളിക്യൂൾ ഓഫ് വാട്ടർ ഉണ്ടാകുന്നു. അങ്ങനെ മോളിക്യൂളുകൾ കൂടി ചേർന്നിട്ടാണ് വാട്ടർ. ഏതൊരു ആറ്റം എടുത്താലും ന്യൂട്രോണുകളുണ്ട്, പ്രോട്ടോണുകളുണ്ട്. ഈ ന്യൂക്ലിയസിൽ ന്യൂട്രോണുകളും പ്രോട്ടോണുകളും ഉണ്ട്. അതിന് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് ഈ ന്യൂട്രോണിനും പ്രോട്ടോണിനും, അതായത് ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഈ കറങ്ങുന്ന പാതയാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്.
ഓരോ ആറ്റത്തിനും വ്യത്യസ്ത തരത്തിലുള്ള ഓർബിറ്റുകളുണ്ട്. ഇതിനെ നമുക്ക് സിമ്പിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സോളാർ സിസ്റ്റമായിട്ട് സാമ്യതപ്പെടുത്താം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സൂര്യനായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെയാണ്. അപ്പം ഈ ഗ്രഹങ്ങൾ വന്നിട്ട് ഈ സൂര്യനെ വന്ന് റിവോൾവ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരാറ്റത്തിൽ മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ്, പ്രോട്ടോൺസ്. ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജാണ്. ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജാണ്. ന്യൂട്രോണുകൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ന്യൂട്രലാണ്, അതിന് പ്രത്യേകിച്ച് ചാർജൊന്നും ഇല്ല. പിന്നീടുള്ളത് പ്രോട്ടോൺസ് ആണ്. പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജാണ് ഉള്ളത്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്, അത് നമുക്കൊന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത ചാർജുകൾ തമ്മിൽ അട്രാക്റ്റ് ചെയ്യും, സെയിം ചാർജുകൾ തമ്മിൽ റിപ്പൽ ചെയ്യും. അതായത് ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിൽ ആകർഷിക്കുകയും സെയിം ഒരേപോലെയുള്ള ചാർജുകൾ തമ്മിൽ വികർഷിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജാണ്, പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജാണ്. അപ്പം ഈ രണ്ട് ചാർജുകൾ തമ്മിൽ ചെറിയൊരു അട്രാക്ഷൻ ഉണ്ട്. അപ്പം ഈ ഇതിങ്ങനെ കറങ്ങുന്ന സമയത്ത് ഇതിലൊരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ട്. അതായത് ഏതൊരു വസ്തുവും റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സെൻറ്ററിൽ നിന്ന് തെറിച്ചു പോകാനുള്ള ഒരു പ്രവണത ഉണ്ടാകും. ഈ ഇലക്ട്രോൺസ് ഈ പ്രോട്ടോണുകളും പരസ്പരം അട്രാക്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ തെറിച്ചു പോകാനുള്ള പ്രവണത ഉള്ളത് കൊണ്ട് തന്നെ ഈ ചാർജുകൾ തമ്മിൽ ക്യാൻസലാകും. അതായത് ഈ ഓർബിറ്റിൽ തന്നെ ഇത് നിന്ന് കറങ്ങാനുള്ള ഫോഴ്സേ അവിടെ ഉണ്ടാവുകയുള്ളൂ. അതിനകത്തുനിന്ന് പുറത്തു പോകാനോ അവിടുന്ന് ഇങ്ങോട്ട് വരാനോ ഉള്ള സാധ്യതയില്ല. കാര്യം ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഈ ചാർജുകളും തമ്മിൽ ഉള്ള റിലേഷനാണ്. അതിനെപ്പറ്റിയൊന്നും നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ആറ്റത്തിൽ നിന്ന് നമ്മൾ അത് അടുത്ത സെക്ഷനിൽ നമ്മൾ പറയുന്നുണ്ട്. എന്നാലും ഞാനൊരു ഇൻട്രഡക്ഷൻ പോലെ ഇപ്പോൾ പറയുകയാണ്. ഈ ഒരു ആറ്റത്തിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് ഈ ഒരു ഇലക്ട്രോൺസിനെ നമ്മൾ പുറത്തേക്ക് വിടുന്നു. അതായത് നോർമലി ഇത് പുറത്ത് പോവില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇവിടെ അട്രാക്ഷൻ ഫോഴ്സും ഉണ്ട്, റിപ്പല്ലിംഗ് ഫോഴ്സും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സുകൾ തമ്മിൽ ക്യാൻസലായി പോകും. അതുകൊണ്ടാണ് ഈ ഓർബിറ്റിൽ തന്നെ നിൽക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു ഫോഴ്സ് കൂടുകയോ കുറയോ ചെയ്താൽ അതിനനുസരിച്ചിട്ട് മാറും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഫ്രിക്ഷനോ എന്തെങ്കിലും ഇലക്ട്രിസിറ്റി പരമായിട്ടോ എന്തെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഇവിടുന്ന് ഒരു ഇലക്ട്രോൺസിനെ, അതായത് ഈ അട്രാക്ഷനെ നമ്മൾ ഇല്ലാതെയാക്കി. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ പുറത്തു പോയി. ഈ അട്രാക്ഷൻ ഇല്ലാതാക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഇലക്ട്രോൺ പുറത്തു പോകും. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ പുറത്തു പോകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇലക്ട്രോണിൻ്റെ കുറവുണ്ടാകും. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിൻ്റെ ഒരു കുറവിനെയാണ് ഹോൾ എന്ന് പറയുന്നത്, അതായത് പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത്. മൊത്തത്തിലുണ്ടായിരുന്ന ആറ്റത്തിൽ ഇതിപ്പോൾ ന്യൂട്രൽ ആറ്റമാണെന്ന് കൺസിഡർ ചെയ്യുക. ഇത് ന്യൂട്രൽ ആറ്റമാണ്. അതായത് ഇപ്പം ഇവിടെ 3 6 ഇലക്ട്രോൺ, ഇവിടെ 3 6 ഇലക്ട്രോൺ. അപ്പോൾ ഇതിനകത്ത് ഇനി ഇലക്ട്രോണുകളെ ആഡ് ചെയ്യാനും പറ്റില്ല. ഇതിൻ്റെ എല്ലാ ഷെല്ലുകളും ഫിൽഡാണ്. അപ്പോൾ ഇതൊരു ന്യൂട്രൽ ആറ്റമാണെന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയുള്ളൊരു ന്യൂട്രൽ ആറ്റത്തിൽ നിന്ന് നമ്മളൊരു ഇലക്ട്രോണിനെ പുറത്ത് തള്ളുന്നു. അപ്പോൾ ഇത് അൺസ്റ്റേബിൾ ആകും. ഇവിടെ ഒരു വേക്കൻസി വരും ഇലക്ട്രോൺസിൻ്റെ. അപ്പോൾ ആ ഒരു വേക്കൻസിയെയാണ് നമ്മൾ പോസിറ്റീവ് ചാർജ് എന്ന്. അപ്പോൾ ഈ ഒരു ആറ്റത്തിനെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു പോസിറ്റീവ് ചാർജുള്ള ആറ്റം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതുപോലെ ചില ആറ്റങ്ങളിൽ നമുക്ക് ഇലക്ട്രോൺസിനെ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്ന ആറ്റത്തിനെ ഒരു നെഗറ്റീവ് ചാർജ് ആയിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. ഉള്ളതിൽ നിന്നും കൂടുതലായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ് ചാർജാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇനി അയോൺസ് ആൻഡ് ഐസോട്രോപ്സ്. എന്താണ് അയോൺസ്? അതായത് നമ്മൾ ആറ്റത്തെ പറ്റി പഠിച്ച കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു, ഒരു ആറ്റത്തിന് ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിൽ ന്യൂട്രോൺസും പ്രോട്ടോൺസും ഉണ്ട്. ആ ന്യൂട്രോൺസിനും പ്രോട്ടോൺസിനും മുകളിലൂടെ ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്തു, അതായത് ഇലക്ട്രോൺസ് വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ വലയം ചെയ്യുന്ന ഭാഗത്തിനെ നമ്മൾ ഓർബിറ്റ് എന്നാണ് പറയുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കി ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജാണുള്ളതെന്ന് മനസ്സിലാക്കി.
പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജ് ആണുള്ളതെന്ന് മനസ്സിലാക്കി, ന്യൂട്രോണുകൾക്ക് ചാർജ് ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കി. അപ്പം ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണുകളെ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ച് തട്ടിത്തെറിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു ആറ്റത്തിൻ്റെ ചാർജ് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന്, അതായത് ഒരു ഇലക്ട്രോൺസ് കുറവ് അവിടെയുണ്ട്. അപ്പോൾ അതായത് അവിടെ ഒരു പോസിറ്റീവ് ചാർജ്, അത് ഒരു ഹോളാണത്. അപ്പോൾ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ഇലക്ട്രോൺസിൻ്റെ കുറവ് വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ടാണത് കൺസിഡർ ചെയ്യുന്നത്. ചാർജുള്ള ആറ്റമാണ് അയോൺ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഐസോട്രോപ്പ് എന്താണ്? ആറ്റത്തിൽ നിന്ന് ന്യൂട്രോൺസിന് ചാർജ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ആ ന്യൂട്രോണുകളാണ്, അത് ഇപ്പോഴും ന്യൂട്രലായിരിക്കും. അപ്പോൾ ആ ന്യൂട്രോണുകളാണ് ഒരാറ്റത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ എടുത്ത് മാറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഐസോട്രോപ്പ് എന്ന് പറയും. ന്യൂട്രോണുകളെ റിമൂവ് ചെയ്ത ആറ്റത്തിനെയാണ് ഐസോട്രോപ്പ് എന്ന് പറയുന്നത്. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തതായിട്ട് നമ്മൾ കണ്ടക്ടറുകൾ, ഇൻസുലേറ്ററുകൾ ആൻഡ് സെമി കണ്ടക്ടേഴ്സ്, ഇതിനെപ്പറ്റിയാണ് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. കണ്ടക്ടറുകൾ, ഫസ്റ്റ് നമുക്ക് കണ്ടക്ടറുകൾ എന്താണെന്ന് മനസ്സിലാക്കാം. കണ്ടക്ടറുകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതിക്ക് സുഗമമായിട്ട് പ്രവഹിക്കാൻ കഴിയുന്ന ലോഹങ്ങളെ അല്ലെങ്കിൽ ചില ലിക്വിഡുകളെ, ഇതെല്ലാം കണ്ടക്ടറുകളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വൈദ്യുതി അതിലൂടെ സുഗമമായിട്ട് പ്രവഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പദാർത്ഥങ്ങളുടെ ആറ്റത്തിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസുകളുണ്ട്. അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസുകൾ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള പദാർത്ഥങ്ങളെയാണ് കണ്ടക്ടർ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഒരുവിധപ്പെട്ട എല്ലാ മെറ്റലുകളും കണ്ടക്ടറുകളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഉദാഹരണം അലൂമിനിയം, കോപ്പർ, സിൽവർ, ഗോൾഡ്, പിന്നെ ചില ലിക്വിഡുകൾ, ഇവയെല്ലാം കണ്ടക്ടറുകൾക്ക് നല്ല ഉദാഹരണങ്ങളാണ്. പിന്നെയുള്ളത് നോൺ കണ്ടക്ടറുകളാണ്. നോൺ കണ്ടക്ടറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിന് തീരെ ഒഴുകാൻ പറ്റാത്ത പദാർത്ഥങ്ങളെയാണ് നോൺ കണ്ടക്ടർ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഉണങ്ങിയ മരം, പ്ലാസ്റ്റിക്, ഫൈബർ ഗ്ലാസ്, റബ്ബർ മുതലായവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കറണ്ടിന് ഇതിനകത്ത് സുഖമായിട്ട് ഒഴുകാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പദാർത്ഥങ്ങളുടെ ആറ്റത്തിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ടാണ് അതിനകത്തുകൂടി കറണ്ടിന് സുഗമമായിട്ട് ഒഴുകാൻ സാധിക്കാത്തത്. പിന്നീടുള്ളത് സെമി കണ്ടക്ടറുകളാണ്. സെമി കണ്ടക്ടറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുറച്ച് ട്രിക്കിയാണ്. അത് രണ്ട് വിധത്തിലുണ്ട്, ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ആയിരിക്കും. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യും. അതിന് ഡോപ്പിംഗ് എന്നാണ് പറയുന്നത്. ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് കൂടുതലായിട്ട് അടുത്ത വീഡിയോകളിൽ പഠിക്കാം. ഈ സെമി കണ്ടക്ടറുകളിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഒഴുക്കിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഇലക്ട്രോണിക്സിൻ്റെ എറ തന്നെ മാറുന്നത് അല്ലെങ്കിൽ ചേഞ്ച് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെമി കണ്ടക്ടറുകളുടെ വരവോടുകൂടിയാണ്. നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റുകളും മെയിനായിട്ടും IC, ട്രാൻസിസ്റ്റർ മുതലായവയൊക്കെ സെമി കണ്ടക്ടറുകളാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ഥിതവൈദ്യുതിയും ധാരാവൈദ്യുതിയാണ്. അടുത്തായിട്ട് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആൻഡ് ഡൈനാമിക് ഇലക്ട്രിസിറ്റിയാണ്. എന്താണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്റ്റാറ്റിക് ആണിത്. അതായത് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്ന വൈദ്യുതിയാണ് സ്ഥിത വൈദ്യുതി അഥവാ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബലൂൺ എടുത്തിട്ട് നമ്മുടെ തലമുടിയിൽ റബ്ബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ആ ഫ്രിക്ഷൻ മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ചാർജുകളുടെ സെപ്പറേഷനെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ സ്കെയില്, നമ്മൾ കുട്ടിക്കാലത്ത് ഇതുപോലെയുള്ള ഒത്തിരി എക്സ്പെരിമെൻറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാകും. സ്കെയില് റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് പേപ്പർ ഇട്ടിട്ട് അതിന് മുകളിൽ കാണിക്കുമ്പോഴത്തേക്ക് അത് തമ്മിൽ അട്രാക്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ എക്സാമ്പിൾസാണ്. ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്തുകൊണ്ടാണ് ഇലക്ട്രോണിക്സിൽ ഇമ്പോർട്ടൻ്റ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ മുന്നോട്ട് നമ്മൾ പഠിച്ചു പോകുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകും. കാരണം ചില ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റുകൾ വളരെ സെൻസിറ്റീവാണ്. അതായത് ചെറിയ ഇലക്ട്രിക് ചാർജുകൾ പോലും ആ കമ്പോണൻറ്റുകളെ ഡാമേജ് ചെയ്യാൻ സാധ്യതയുണ്ട്.
അങ്ങനെയുള്ള ഡിവൈസുകളെയാണ് ESD ഡിവൈസ് എന്ന് പറയുന്നത്, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജുകളെ ഒഴിവാക്കുന്നതിനാണ് നമ്മൾ ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റുകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ കയ്യിൽ ESD റിസ്റ്റ് വാച്ചോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കയ്യിൽ കിട്ടുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്ലൗസുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ESD ഷീറ്റുകളിൽ വെച്ചിട്ട് ചെയ്യുന്നത്. കാരണം ഇങ്ങനെയുള്ള ഇലക്ട്രിക് ചാർജുകൾ ഓട്ടോമാറ്റിക്കലി ഡിസ്ചാർജ് ആയി പോകത്തക്ക രീതിയിലാണ് ആ സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം ഇലക്ട്രോസ്റ്റാറ്റിക് സെൻസിറ്റീവായിട്ടുള്ള ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ തീർച്ചയായും ESD സെക്യൂരിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ആ കമ്പോണൻറ്റുകൾ ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. പിന്നീട് നമ്മൾ നോക്കുന്നത് ഡൈനാമിക് ഇലക്ട്രിസിറ്റിയാണ്, അതായത് ധാരാവൈദ്യുതി. ഇത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ധാരയായിട്ട് ഒഴുകുന്ന വൈദ്യുതിയാണ് ധാരാവൈദ്യുതി, അതായത് ഡൈനാമിക് ഇലക്ട്രിസിറ്റി. നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന കറണ്ട് ഡൈനാമിക് ഇലക്ട്രിസിറ്റിക്ക് എക്സാമ്പിളാണ്. അതായത് ഒഴുകുന്ന കറണ്ടിനെയാണ് ഡൈനാമിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്, അഥവാ ധാരാവൈദ്യുതി എന്ന് പറയുന്നത്. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഇലക്ട്രോണുകൾ, അതായത് ഈ ചാർജ്ഡ് ഇലക്ട്രോണുകൾ ഒഴുകുകയാണെങ്കിൽ അതിനെ ധാരാവൈദ്യുതി എന്ന് പറയാം. ഒഴുകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സ്റ്റാറ്റിക് വൈദ്യുതിയാണ്. അത് ചാർജുകളുടെ സെപ്പറേഷൻ മാത്രമേ ഉള്ളൂ, ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്നില്ല. അതിനെയാണ് സ്ഥിത വൈദ്യുതി എന്ന് പറയുന്നത്. വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഡൈനാമിക് ഇലക്ട്രിസിറ്റികൾ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് AC, 2 DC. ഇതിനെപ്പറ്റി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ ഡീപ്പായിട്ട് മനസ്സിലാക്കാം. അങ്ങനെ ശക്തമായ അടിത്തറയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സ്കിൽസും നോളജുകളും എല്ലാം ഓട്ടോമാറ്റിക്കലി കോമ്പൗണ്ട് ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് സെൽഫ് സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽസ് ആകാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും കൂടെ ഉണ്ടാവുക.